എക്സാമിനർ ഫാമിലി. അപ്പോൾ നമ്മളുടെ ക്ലാസ് 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള റൈസിംഗ് സ്റ്റാർ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നാളെ, അതായത് ജൂൺ 1-നാണ്. നിൻ്റെ കുട്ടികൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പം ആർക്കെങ്കിലും നമ്മളുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ കാണാം. അപ്പോൾ എക്സാം എന്ന് പറയുന്നത് 2 രീതിയിലാണ് നടക്കുന്നത്. മാറ്റും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സാറ്റും ഉണ്ടായിരിക്കും. ടോട്ടൽ നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്ന് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ -1, അതായത് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, -1 ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം, നമ്മുടെ റൈസിംഗ് സ്റ്റാർ പ്രോഗ്രാമിലേക്ക് ഇനി നിങ്ങൾക്ക് ഈ എക്സാം എഴുതാനുള്ള ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓൾറെഡി നമ്മളൊരു വീഡിയോ കുറേ ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മെയ് 31 വരെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാളെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള എക്സാമിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല. അത് നാളെ കറക്റ്റ് 11 മണിക്കായിരിക്കും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പം നാളെ കറക്റ്റ്, അതായത് ജൂൺ 1 11 മണിക്ക്, രാവിലെ 11 മണിക്ക്, ഓക്കെ, 11 AM സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 1 മണിക്കൂറാണ് നമ്മുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ. അതായത് 12 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. സാധാരണ നിങ്ങൾ നീറ്റ് ലെവലിലൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യന് 4 മാർക്കായിരിക്കും ഉണ്ടാവുക. തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് -1 ആയിരിക്കും. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അപ്പോൾ മാറ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ്, അതായത് സയൻസ് സബ്ജക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് എഴുതാം. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ചെയ്ത മക്കളൊക്കെ എന്ത് ചെയ്യുക, നാളെ കറക്റ്റ് 11 മണി ആവുന്നതിന് മുമ്പ് തന്നെ, ഒരു 10:45 ആകുമ്പോഴത്തേക്ക് തന്നെ ഫുൾ റെഡി ആയിട്ടിരിക്കുക. ഫുൾ കണക്ഷൻ ഒക്കെ നല്ല സ്ഥലം നോക്കിയിട്ട് തന്നെ ഇരിക്കുക. കാരണം പകുതി വെച്ച് നിങ്ങൾക്ക് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കാരണം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ചെറിയൊരു എക്സാം അല്ല അല്ലേ. കാരണം നിങ്ങൾ ഈ റൈസിംഗ് സ്റ്റാർ എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഇന്നാവുകയാണെങ്കിൽ, അതായത് നിങ്ങളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഏത് ഇയർ ആണോ പഠിക്കുന്നത് ആ ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എക്സാമിനറിൻ്റെ ക്ലാസ്സസ് ഫ്രീ ആയിരിക്കും. റൈസിംഗ് സ്റ്റാറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്. ഈ ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനുള്ള ഒരു അവസരമാണ്, ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ വേഗം നന്നായിട്ട് മക്കളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് എക്സാം ഏറ്റവും അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.